നമസ്കാരം. കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. സാമാന്യം ഭേദപ്പെട്ട സിനിമയായിരുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ എല്ലാവരും അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു. ആ സിനിമ എങ്ങനെയാണ് എന്നറിയാതെ പലരും അതേക്കുറിച്ച് നിരൂപണവും തുടങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ യഥാർത്ഥ കേരള സ്റ്റോറി നമ്മളിൽ പലരും മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ്. ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നമ്മളെ ഭിന്നിപ്പിക്കുമ്പോഴും മനുഷ്യത്വം നമ്മളെ ഏകോപിപ്പിക്കാറുണ്ട്. അത്തരം അസാധാരണമായ ഒരു കഥയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. അടിമാലി സ്വദേശിനിയായ സന്ധ്യയുടെ ജീവിത കഥയാണത്. മണ്ണിടിച്ചിലിൽ സന്ധ്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുന്നു, വീട് നഷ്ടപ്പെടുന്നു, തൻ്റെ കൊച്ചുകൂരയിരുന്ന ഭൂമി ഒലിച്ചു പോകുന്നു. മാത്രമല്ല ഗുരുതരമായ പരിക്കുമേൽക്കുന്നു സന്ധ്യയ്ക്ക്. സന്ധ്യ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതായി തീർന്നു. സന്ധ്യയുടെ ഈ വേദന നടൻ മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. മമ്മൂട്ടി സന്ധ്യയ്ക്ക് ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു. മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. എവിടെയെങ്കിലും ആത്മാർത്ഥമായി വേദന അനുഭവിക്കുന്ന മനുഷ്യരെ പിന്തുണയ്ക്കാനുള്ള ഫൗണ്ടേഷനാണ്. എൻ്റെ സുഹൃത്തും അബുദാബിയിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനുമായ മുരളീധരനാണ് അതിൻ്റെ ചെയർമാൻ. എൻ്റെ മറ്റൊരു സുഹൃത്ത് അബുദാബിയിലുള്ള റോബർട്ട് കുര്യാക്കോസാണ് ഇതിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ. MGM ഗ്രൂപ്പിൻ്റെ ഉടമയായ ഗീവർഗീസ് യോഹന്നാൻ, സിന്തായിറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയായ വിജു ജേക്കബ്, മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയായ റോയ് M. മാത്യു, ഫാദർ തോമസ് കുര്യൻ, ചാർട്ടേഡ് അക്കൗണ്ട് മോഹൻ CA എന്നിവരാണ് ഇതിലെ മറ്റ് നടത്തിപ്പുകാർ. മമ്മൂട്ടിക്ക് വേണ്ടി തുടങ്ങിയ, മമ്മൂട്ടി നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് കെയർ ആൻഡ് ഷെയർ. അനേകം പേരുടെ കണ്ണീരൊപ്പിയിട്ടുണ്ട് ഇതിനോടകം. ഇത് മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് സന്ധ്യയുടെ ദയനീയ ജീവിതം. സന്ധ്യയുടെ ചികിത്സ മമ്മൂട്ടി തന്നെ ഏറ്റെടുക്കുന്നു. ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ ആവശ്യപ്പെട്ട് 10-20 ലക്ഷം രൂപ ചെലവുള്ള ചികിത്സ അവർ കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു. ഹലോ, എങ്ങനെയുണ്ട് ഇപ്പൊ? കാലിന് വേദനയൊക്കെ ഉണ്ട്, കുറവായി വന്നു സാറേ. മാറിക്കോളും കേട്ടോ. ഗവൺമെന്റിൽ വീടിന് വല്ല ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? അതൊന്നും ഇല്ല സാറേ, ഒന്നും അറിവായിട്ടില്ല. അതിന്റെ ശ്രമങ്ങളൊക്കെ അവിടെ ഏത് പഞ്ചായത്തിലാണ് നിങ്ങളുള്ളത്? അടിമാലി പഞ്ചായത്ത്. സാറേ, എനിക്ക് വേറെ ഒരു സഹായത്തിന് ആരുമില്ല. ഒരു കാല് മുക്കി മാറ്റേണ്ടി വന്നു. അവര് വേറെ വെക്കോ? സമയമാകുമ്പോ നോക്കാം. ശരി, ഓക്കെ. അവർക്കൊരു കൃത്രിമ കാല് വയ്ക്കാൻ മാത്രം 8 ലക്ഷം രൂപയായി. ഈ കൃത്രിമ കാൽ കൊടുത്തതിന് ശേഷം മമ്മൂട്ടിയെ കാണാൻ സന്ധ്യ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. മമ്മൂട്ടി പെട്ടെന്ന് കയറി വരുമ്പോൾ സന്ധ്യ കൃത്രിമക്കാലിൽ ചാടി എണീക്കുകയും മമ്മൂട്ടി കുശലം ചോദിക്കുകയും ചെയ്യുന്ന ഭാഗം ആദ്യം കാണുക. കുഴപ്പമില്ല, പയ്യെ നടക്കാറാവണം. നടന്ന് ശീലിക്കണം. പയ്യ മതി. ഇപ്പൊ നിക്കല്ലേ. അന്ന് അവരുടെ ആശങ്ക വീടിനെ കുറിച്ചായിരുന്നു. നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് മമ്മൂട്ടി വാക്ക് കൊടുക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂക്കനെ കാണുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ റിവ്യൂവിന് വന്നപ്പോഴാണ് മമ്മൂക്ക ഇവിടെ അടുത്ത് ഷൂട്ടിങ്ങിനുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അവിടെ വന്ന് മമ്മൂക്കനെ കണ്ടു. വീടിന്റെ കാര്യവും സ്ഥലത്തിന്റെ കാര്യവും എല്ലാം ഇതാക്കിയിട്ടുണ്ടെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. തുടർന്ന് മുരളീധരൻ ഇവർക്ക് വേണ്ടി 3 സെന്റ് സ്ഥലം വാങ്ങുന്നു. മമ്മൂട്ടി തന്നെ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയെ ബന്ധപ്പെടുന്നു. ബാവയുടെ പൗരോഹിത്യ ജൂബിലിയുമായി ബന്ധപ്പെട്ട് സഹോദരൻ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു. ആ പദ്ധതിയിൽ പുതുതായി 100 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാക്കാൻ കഴിയുമെന്ന് മമ്മൂട്ടി ചോദിക്കുകയാണ്. ഓർക്കണം, മമ്മൂട്ടി എന്ന മുസ്ലിം ഒരു ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷനോടാണ് വീട് പണിത് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത്. അതേക്കുറിച്ച് ബാവ പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന അനേകം ആളുകളെ സഹായിക്കുന്ന അനേക പദ്ധതികളുണ്ട്. അദ്ദേഹം അവിടെ എന്നോട് ആവശ്യപ്പെട്ടത്, ഇത്രയും ഞാൻ ചെയ്തു, തിരുമേനി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്നെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആലോചിക്കട്ടെ, ഞങ്ങളുടെ
ഞങ്ങളുടെ കൗൺസിലിൽ ആലോചിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹം അവിടെ അത് പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാം. ഈ 100 വീടുകളിൽ ഒന്ന് സന്ധ്യയ്ക്കായിരിക്കുമെന്ന് അവിടെ വെച്ച് പറഞ്ഞു. അത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സമൂഹത്തിലെ പ്രയാസങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ നമുക്കും അതിലുള്ള ഒരു സന്തോഷമുണ്ട്. ലോകത്തിൽ മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുക എന്ന് മാത്രമാണ്. നാളെ നാം ജീവനോടിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യണം, നാളേക്ക് മാറ്റിവെക്കാൻ നമുക്ക് സാധ്യമല്ല. മറ്റുള്ളവരോട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് മനസ്സല്യമുള്ളതുപോലെ മറ്റുള്ളവരോട് നമ്മളും മനസ്സല്യമുള്ളവരായിരിക്കണമെന്ന് വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്. മനുഷ്യന് നന്മ ചെയ്യേണ്ടത് നാം മരിക്കുന്നത് വരെയാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളിടത്തോളം കാലം അത് മറ്റുള്ളവർക്ക് കൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി നന്മ ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. അതാണ് സഭയുടെ ദൗത്യം. യേശുക്രിസ്തു പഠിപ്പിച്ചത് അതാണ്. ദൈവത്തെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ് രണ്ടാമതൊരു കൽപ്പനയെ പറഞ്ഞുള്ളൂ, നിന്നെ പോലെ തന്നെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കണം. വേറെ ഒരു കൽപ്പനയും നമുക്ക് തന്നിട്ടില്ല. ഈ 2 കൽപ്പനകൾ ആചരിക്കുമ്പോൾ ആരാധന നടത്തുന്നതായ സമയത്ത് തന്നെ മറ്റുള്ളവൻ്റെ ഭവനങ്ങൾ, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവരെ സഹായിക്കണം. അതുകൊണ്ട് 100 ഭവനങ്ങൾ ഈ 3 വർഷത്തിനകം കൊടുക്കുന്നത് സഹോദരൻ പദ്ധതി പണിയുന്ന 100 ദേവാലയങ്ങളാണ്. 100 പള്ളികളാണ് പണിയാൻ പോകുന്നത്. കാരണം അവിടെ ജീവിക്കുന്നത്, ദേവാലയത്തിൽ ദൈവം വസിക്കുന്നു, ദൈവസ്വരൂപമുള്ള മനുഷ്യൻ വസിക്കുന്ന ഭവനവും ദൈവാലയമാണ് എന്നുള്ളതായ രീതിയിലാണ് 100 ദേവാലയങ്ങൾ പണിയുവാൻ പോകുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും അപേക്ഷിച്ചുകൊണ്ടും ഇത്രയും കാലം സഹോദരൻ പദ്ധതിയെ നെഞ്ചിലേറ്റി സഹായിച്ച, സഹകരിച്ച, പ്രചോദനം നൽകിയ എല്ലാവരോടും സന്തോഷം അറിയിച്ചുകൊണ്ട് അങ്ങനെ ഓർത്തഡോക്സ് സഭാ തിരുമേനി ആ വീട് പണിത് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, എവിടെ നിന്നൊരു വാർത്ത കേട്ടപ്പോൾ മമ്മൂട്ടിക്ക് തോന്നിയ ഒരു ആശങ്ക സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവർക്ക് കൃത്രിമ കാലായി, അവർക്ക് എല്ലാ ചികിത്സകളും ലഭിച്ചു, അവർക്ക് വീട് വെക്കാൻ സ്ഥലമായി. ഇപ്പോഴിതാ അവർക്ക് വീടുമാകുന്നു. മുസ്ലിമായ മമ്മൂട്ടി ഒരു ക്രൈസ്തവ സഭാ മേധാവിയുടെ സഹായത്തോടെ ഹിന്ദുവായ സന്ധ്യയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനേക്കാൾ വലിയ കേരള സ്റ്റോറി വേറെ എന്താണുള്ളത്?